ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ നിർവഹിക്കും. ബീഹാറിൽ 40,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. VS അച്യുതാനന്ദനും PP തങ്കച്ചനും വാഴൂർ സോമനും ചരമോപചാരം അർപ്പിച്ച് നിയമസഭ. വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. 2024-25 ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തീയതി നീട്ടിയെന്ന വാർത്തകൾ വ്യാജമെന്ന് ആദായ നികുതി വകുപ്പ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. UAE ഒമാനെയും ശ്രീലങ്ക ഹോങ്കോങ്ങിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ നിർവഹിക്കും. ഇന്ത്യൻ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ വിജയ് ദുർഗിലാണ് 3 ദിവസത്തെ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സായുധ സേനാ വിഭാഗങ്ങൾക്കിടയിലെ ഏകോപനം, സാങ്കേതിക പുരോഗതി, ആധുനികവൽക്കരണം എന്നിവ സംബന്ധിച്ച ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബീഹാറിലെ പൂർണിയ ജില്ലയിൽ 40,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. പൂർണിയ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെയും വിമാന സർവീസുകളുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 6,000 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾക്കും അദ്ദേഹം ബീഹാറിൽ ഇന്ന് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് പുതുതായി ആരംഭിക്കുന്ന വന്ദേ ഭാരത്, അമൃത് ഭാരത് ട്രെയിൻ സർവീസുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ദേശീയ മഖാന ബോർഡിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി ഇന്ന് നിർവഹിക്കും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് സഭ ചരമോപചാരം അർപ്പിച്ചു. സ്പീക്കർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പൊതുപ്രവർത്തകൻ എന്നതിലുപരി കേരള ചരിത്രത്തിലെ പല സുപ്രധാന ഏടുകളെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി കൂടിയായിരുന്നു VS അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയും ഈ സഭയിൽ ദീർഘകാലം അംഗവുമായിരുന്ന ശ്രീ VS അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് VSന്റെ മരണത്തോടെ തിരശ്ശീല വീണിരിക്കുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിന്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും കാലാതിവർത്തിയായി നിലകൊള്ളും. സ്പീക്കർ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും PP തങ്കച്ചൻ നടത്തിയ പ്രവർത്തനങ്ങളെ സഭ അനുസ്മരിച്ചു. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി പൊതുജീവിതം വിനിയോഗിച്ച നേതാവായിരുന്നു വാഴൂർ സോമനെന്ന് മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞു. ചരമോപചാരത്തിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരും. 2025 വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 5 വർഷത്തോളം ഇസ്ലാം മതവിശ്വാസം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്ന നിയമത്തിലെ വ്യവസ്ഥ സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെ പരമോന്നത കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ ഭൂമി കൈയേറി വഖഫിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തിട്ടുണ്ട്. പൌരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പു കൽപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകാനാവില്ലെന്നും ഇത് അധികാര വിഭജനത്തിന്റെ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ വഖഫ് ബോർഡുകളിൽ അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. എന്നാൽ സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര വഖഫ് കൌൺസിലിൽ 4 പേരിൽ കൂടുതൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും ആകാൻ പാടില്ലെന്നും സംസ്ഥാന വഖഫ് ബോർഡിൽ 3 പേരിൽ കൂടുതൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും ആകരുതെന്നും കോടതി വ്യക്തമാക്കി. പൊതുസേവനവും സദ്ഭരണവും ലക്ഷ്യം വെച്ച് നിരവധി പരിശ്രമങ്ങളാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. രാജ്യത്തെ മികച്ച പുരോഗതിയിലേക്ക് നയിക്കാൻ ഈ സംരംഭങ്ങളിലൂടെ സാധിച്ചു. നമാമി ഗംഗെ പദ്ധതിയിലൂടെയുണ്ടായ ഗുണപരമായ മാറ്റങ്ങളാണ് ഇന്നത്തെ സേവാ പർവിലൂടെ വിശദമാക്കുന്നത്. ഗംഗാ നദിയുടെ പുനരുജ്ജീവനത്തിനായി കേന്ദ്ര സർക്കാർ 2014 ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗെ. ഗംഗയിലെ മലിനീകരണം തടയൽ, പാരിസ്ഥിതിക പുനരുജ്ജീവനം തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളാണ് നമാമി ഗംഗെ മുന്നോട്ട് വയ്ക്കുന്നത്. ഗംഗയുടെ ശുചിത്വം ഉറപ്പാക്കുന്നതിൽ എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി.
कल कल बहती माँ गंगा को स्वच्छ रखना हम सबकी बहुत बड़ी जिम्मेदारी है। इसी उद्देश्य के साथ 8 साल पहले हमने नमामि गंगे अभियान की शुरुआत की थी। हम सभी के लिए गौरव की बात है कि भारत की इस पहल को आज दुनिया भर की सराहना मिल रही है। यूनाइटेड नेशंस ने नमामि गंगे मिशन को इकोसिस्टम को रिस्टोर करने वाली दुनिया के टॉप 10 इनिशिएटिव में शामिल किया है। ഗംഗയെ ആശ്രയിച്ച് കഴിയുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധി സംരക്ഷിക്കുകയും നമാമി ഗംഗയുടെ ലക്ഷ്യമാണ്. വ്യാപാര സംബന്ധമായ UPI പണമിടപാടുകളുടെ പ്രതിദിന പരിധി വർദ്ധിപ്പിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. തിരഞ്ഞെടുത്ത വിഭാഗങ്ങളിലെ പേഴ്സൺ ടു മെർച്ചന്റ് പണമിടപാടുകളുടെ പരിധി 10 ലക്ഷം രൂപയായാണ് ഇന്നു മുതൽ വർദ്ധിപ്പിച്ചത്. വ്യക്തിഗത പണമിടപാടുകളുടെ പരിധി 1 ലക്ഷം രൂപയായി തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയതായി സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ആദായ നികുതി വകുപ്പ്. റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തീയതി നീട്ടിയെന്ന വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും വിവരങ്ങൾക്ക് ഔദ്യോഗിക പേജുകളെ മാത്രം ആശ്രയിക്കണമെന്നും ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചു. റിട്ടേണുകളുടെ ഫയലിംഗ് സുഗമമാക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിലെ പുതുതലമുറ GST പരിഷ്കാരങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി എന്നിവയിലെ മരുന്നുകളുടെ നികുതി നിരക്ക് 12% നിന്ന് 5%ആയാണ് കുറച്ചിരിക്കുന്നത്. മെഡിക്കൽ, ഡെന്റൽ, വെറ്ററിനറി ഉപകരണങ്ങളുടെ പുതുക്കിയ GST നിരക്കുകൾ 18% നിന്ന് 5%ആയും കുറച്ചിട്ടുണ്ട്. മെഡിക്കൽ ഗ്രേഡ് ഓക്സിജന്റെ നികുതി നിരക്ക് 12% നിന്ന് 5%ആയും കുറച്ചു. ഈ മാസം 22 മുതലാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ 2025-26 വർഷത്തെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. 1000 വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കിയതിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. മന്ത്രിമാരായ OR കേളു, V ശിവൻകുട്ടി എന്നിവർ പങ്കെടുക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. കന്നി 1 ബുധനാഴ്ച രാവിലെ 5 മണിക്കാണ് ദർശനത്തിനായി നട തുറക്കുക. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20-ന് പമ്പയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. M. വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ M. വിശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് മേഖലയിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ മായാത്ത മുദ്രകൾ പതിപ്പിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഝാർഖണ്ഡിലെ ഹസാരിബാഗിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 3 നക്സലുകൾ കൊല്ലപ്പെട്ടു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും CRPFും നടത്തിയ സംയുക്ത ഓപ്പറേഷനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. 1 കോടി രൂപ, 25 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ എന്നിങ്ങനെ പാരിതോഷികം പ്രഖ്യാപിച്ച നക്സലുകളാണ് കൊല്ലപ്പെട്ടത്. സംഭവസ്ഥലത്ത് നിന്ന് AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തു. ഏഷ്യ കപ്പ് ഗ്രൂപ്പ് A മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പാകിസ്ഥാൻ ഉയർത്തിയ 127 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 25 പന്തുകൾ ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു. ഏഷ്യാകപ്പിൽ ഇന്ന് 2 മത്സരങ്ങളാണ് നടക്കുക. 5:30-നുള്ള ആദ്യ മത്സരത്തിൽ UAE ഒമാനെയും രാത്രി 8-ന് ശ്രീലങ്ക ഹോങ്കോങ്ങിനെയും നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 22 പോയിന്റ് താഴ്ന്ന് 81,927-ലും നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 25,103-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 81,440 രൂപയും ഗ്രാമിന് 10 രൂപ താഴ്ന്ന് 10,180 രൂപയുമാണ് ഇന്നത്തെ വില. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം സംബന്ധിച്ച സംയുക്ത പ്രതികരണം ചർച്ച ചെയ്യാൻ അറബ് ഇസ്ലാമിക് രാഷ്ട്ര നേതാക്കൾ ഇന്ന് യോഗം ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ നിർവഹിക്കും. ബീഹാറിൽ 40,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. VS അച്യുതാനന്ദനും PP തങ്കച്ചനും വാഴൂർ സോമനും ചരമോപചാരം അർപ്പിച്ച് നിയമസഭ. വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. 2024-25 ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തീയതി നീട്ടിയെന്ന വാർത്തകൾ വ്യാജമെന്ന് ആദായ നികുതി വകുപ്പ്.
ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ UAE ഒമാനെയും ശ്രീലങ്ക ഹോങ്കോങ്ങിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.